ഹലോ. അപ്പോൾ ഈ ഒരു വർക്കോട് കൂടിയാണ് ഇന്നത്തെ വർക്ക് ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങണത്. മെറ്റീരിയൽ കസ്റ്റമർ കൊണ്ടുവന്ന സമയത്ത് എങ്ങനെ വേണം, എന്ത് വർക്ക് ചെയ്യണം എന്നതിനെപ്പറ്റി അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു സ്കേർട്ട് ചെയ്യുമ്പോഴേക്കും പ്ലീറ്റ് സ്കേർട്ടും ബ്ലൗസ് തയ്ക്കുമ്പോഴേക്കും ബാക്ക് വശത്തൊരു ബോവ് മാത്രമാണ് അവരെന്നോട് പറഞ്ഞിരുന്നത്. സെൽഫ് പ്രിൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് തന്നെ എന്തെങ്കിലും ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു പ്ലാനും കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം ബ്ലൗസിൻ്റെ വർക്കിന് ചെയ്ത ആ നെക്കിൽ ചെയ്ത വർക്ക് തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ ചെറി വർക്കിൻ്റെ കൂടെ തന്നെ ആ ഒരു വൈറ്റ് കളറിലെ ബട്ടൺ ഫ്ലവറിൻ്റെ കൂടെ നമ്മളൊരു സെൻറ്ററിൽ പേൽ ബീഡാട്ടോ കൊടുത്തിട്ടുള്ളത്. ചേച്ചിക്ക് ഒരു മാനിക്യൂർ വാങ്ങിച്ചൂടെ, എന്തിനാണ് ഇങ്ങനെ ഡിസ്പ്ലേ കാണിക്കണതെന്ന് പലരും എന്നോട് ഇപ്പോൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സുകളെല്ലാം ഒരു 12-13 ഏജിലൊക്കെ വരണ കുട്ടികളുടേതാട്ടാ. അപ്പം നമ്മൾ ആ ഒരു സ്കേർട്ട് കാണുമ്പോഴേക്കും നല്ല ലെങ്ത്തും എന്നാൽ അതിൻ്റെ ബ്ലൗസൊക്കെ തീരെ വണ്ണക്കുറവൊക്കെ ആയിരിക്കും. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിക്കണതെല്ലാം ഇതേപോലെ കാണിച്ചു തരണത്. എൻ്റെ കൈവശമുള്ള ഡമ്മിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലൗസൊക്കെ നമുക്ക് കറക്റ്റ് ആകുകയില്ല. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ആണെങ്കിലും ഹെമ്മിങ് വർക്കുകളൊക്കെ ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ തിരക്കുള്ളത് കൊണ്ടിട്ട് തന്നെ ഹെമ്മിങ് വർക്കുകളൊക്കെ ഞാനെല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ടാട്ടോ ചെയ്യാറുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടയിലിരുന്ന് തന്നെ എല്ലാം ചെയ്യാനുള്ള സമയം കിട്ടൂലല്ലോ. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.